ഇന്നത്തെ ചിന്താവിഷയം: നമ്മുടെ കഴിവുകളിലും നേട്ടങ്ങളിലും അഹങ്കരിക്കാതെ എല്ലാം ദൈവത്തിൻ്റെ കൃപയാണെന്ന് മനസ്സിലാക്കി നന്ദിയോടെ ജീവിക്കാം. നമുക്കുള്ള ജ്ഞാനവും കഴിവും ആരോഗ്യവും അനുഗ്രഹങ്ങളും എല്ലാം ദൈവം നൽകിയ വരദാനങ്ങളാണ്. അഹങ്കാരം മനുഷ്യനെ താഴ്ത്തും, എന്നാൽ നന്ദിയുള്ള ഹൃദയം ദൈവത്തെ പ്രസാദിപ്പിക്കും. ഓരോ ദിവസവും എനിക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് എന്ന് ഓർത്ത് വിനയത്തോടെയും നന്ദിയോടെയും നടക്കാം. ഒരു ചെറിയ ഉദാഹരണം നോക്കാം. ഒരു വിദ്യാർത്ഥി പരീക്ഷയിൽ നല്ല മാർക്ക് നേടി. അവൻ ഇതെൻ്റെ കഴിവ് മാത്രം കൊണ്ടാണ് എന്ന് അഹങ്കരിച്ചാൽ അത് ദൈവത്തെ മറക്കുന്നതാണ്. പക്ഷെ ദൈവം തന്ന ജ്ഞാനവും മാതാപിതാക്കളുടെ പ്രാർത്ഥനയും കൊണ്ടാണ് ഞാൻ വിജയിച്ചത് എന്ന് നന്ദിയോടെ പറഞ്ഞാൽ അത് ദൈവത്തിന് പ്രസാദകരമാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദിയോടെ ജീവിക്കണമെന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്നു. ബൈബിൾ വചനം നോക്കാം. 1 തെസ്സലോനിക്കർ 5:18. എല്ലാറ്റിലും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവേഷ്ടം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ യേശുവേ, ഇന്നത്തെ ഈ മനോഹരമായ ദിവസത്തിനായി നന്ദി പറയുന്നു. ഞങ്ങൾക്ക് നൽകിയ ഓരോ അനുഗ്രഹങ്ങൾക്കും ആരോഗ്യത്തിനും സമാധാനത്തിനും കുടുംബത്തിനും നന്ദി. ഞങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും നന്ദിയുള്ള മനസ്സ് തരണമേ. അഹങ്കാരം മാറ്റി വിനയത്തോടെ ജീവിക്കുവാൻ കൃപ നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിറയട്ടെ. എവിടെയായാലും നിന്റെ സ്നേഹവും വെളിച്ചവും ഞങ്ങളിലൂടെ പ്രകടമാകട്ടെ. എല്ലാ മഹത്വവും സ്തുതിയും നിനക്കുള്ളതാണ് യേശുവേ. ആമേൻ.